സിക്സ്ത് സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. വ്യാപാരത്തിൻ്റെ തുടക്കം. കൃഷി വ്യാപകമായതോടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അത് മിച്ചോൽപ്പാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തു മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചുവെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല, ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം ബാർട്ടർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടു. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിൽ ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാരപാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ്. എന്താണ് വ്യാപാരം? പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകൾ നാം വായിച്ചു. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്ന് കൗടില്യൻ സൂചിപ്പിച്ചു. ഇനി കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തേയിലച്ചെടി നുള്ളിയെടുക്കണ ഒരു പിക്ചറൊക്കെയാണ്. അവ ഫാക്ടറിയിലെത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിൽ എത്തിക്കുന്നു. തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നതുവരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ തിരിച്ചു. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിളാണ്. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. ഇനി ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തു ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും വിളിക്കപ്പെടുന്നു. ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം. വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഒപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. സേവന മേഖലക്ക് എക്സാമ്പിളാണ് ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം. സേവന മേഖല, ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം.
വ്യവസായങ്ങളുടെ വളർച്ച, കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്കാവശ്യമായ അസംസ്കൃത വസ്തു കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. റബ്ബർ പാല്, അത് റബ്ബർ ഷീറ്റാക്കും, അതിനുശേഷം ടയറാവും. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്കാവശ്യമായ സേവനം പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപ്പാദനം സാധ്യമാകുന്നത്. ഉൽപ്പാദനവും ഉൽപ്പാദന ഘടകങ്ങളും ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദനം നടക്കുന്നു. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ ഉൽപ്പാദന ഘടകങ്ങളാണ്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ ഉൽപ്പാദന ഘടകങ്ങളാണ്. ഭൂമി, ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയെ ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയെയാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇനി തൊഴിൽ. ഉൽപ്പാദന പ്രക്രിയയിലെ തൊഴിലാളികളുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെ തൊഴിൽ എന്ന് പറയുന്നു. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെ തൊഴിലാളികളായി പരിഗണിക്കുന്നു. എന്താണ് മൂലധനം? ഏതൊരു ഉൽപ്പാദനത്തിൻ്റെയും ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദന പ്രക്രിയക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയും മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഫാക്ടറി, കെട്ടിടം, യന്ത്രം, അസംസ്കൃത വസ്തു, വാഹനം, കമ്പ്യൂട്ടർ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവ മൂലധനത്തിൻ്റെ ഭാഗമാണ്. മൂലധനം പല തരത്തിലുണ്ട്. സാമ്പത്തിക മൂലധനം, പണം, നിക്ഷേപം ഇവയാണ് സാമ്പത്തിക മൂലധനത്തിൽ വരുന്നത്. മനുഷ്യ മൂലധനം, കഴിവും ജ്ഞാനവുമാണ് മനുഷ്യ മൂലധനത്തിൽ പെടുന്നത്. ഭൗതിക മൂലധനം, അതിൽ യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഭൗതിക മൂലധനം. പ്രകൃതി മൂലധനം, വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ വിഭവങ്ങളും പരിസ്ഥിതിയും ഉൾപ്പെടുന്നത് പ്രകൃതി മൂലധനം. ഇനി എന്താണ് സംഘാടനം? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് മൂലധനം, അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്.
ഉൽപാദന ഘടകങ്ങൾ, അതിൻ്റെ പ്രതിഫലം. ഭൂമിയുടെ പ്രതിഫലം പാട്ടം. ഭൂമി പാട്ടം. തൊഴിലിനുള്ള പ്രതിഫലം കൂലി. തൊഴിൽ കൂലി. മൂലധനം പലിശ. മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ. സംഘാടനം ലാഭം. സംഘാടനം ലാഭം. എന്താണ് ഉപഭോഗം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. ആരാണ് ഉപഭോക്താവ്? വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തി ഉപഭോക്താവ്. വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്കൊരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനുമല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഗാന്ധിജി. ഉപഭോക്താവിൻ്റെ പ്രാധാന്യം ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. എന്നിട്ട് ഒരു 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാം. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ഉൽപ്പാദനം, മിച്ചോൽപ്പാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതികവിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.